Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പ് കാലത്തെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ. ആ സംഭവവുമായി, മിശിഹായുടെ ജീവിതത്തിലെ ആ മഹാസംഭവവുമായി ബന്ധപ്പെട്ടതുകൂടിയാണ് ഇന്നത്തെ സുവിശേഷ വായന. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവസാന അധ്യായത്തിലെ അവസാന വാക്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ വായിക്കുന്നത്. 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 14-ാം വാക്യത്തിൽ സുവിശേഷൻ പറയുകയാണ്, ഈശോ അവസാനമായി തന്റെ 11 പേർക്കുമായി പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ഇതെന്ന്. അപ്പോൾ ഇതിനു മുൻപ് പല പ്രത്യക്ഷീകരണങ്ങളും ഉദ്ധിതനായ മിശിഹ നടത്തി പലപ്പോഴായി പലർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യമെല്ലാം മർക്കോസ് തന്നെ സൂചിപ്പിച്ചതിന് ശേഷമാണ് 14 മുതലുള്ള വാക്യങ്ങളിൽ ഈ അവസാനത്തെ പ്രത്യക്ഷീകരണവും ദൗത്യമേൽപ്പിക്കലും സ്വർഗാരോഹണവും എല്ലാം വിവരിക്കുന്നത്. 14-ാം വാക്യത്തിൽ ഭക്ഷണത്തിന്റെ വേളയിലാണ് എന്നുള്ള കാര്യം മർക്കോസ് സുവിശേഷൻ എടുത്തു പറയുന്നുണ്ട്. ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തന്നെ അവിടുന്ന് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷിക്കുന്നതും ആ ഭക്ഷണവേളയിൽ ഈശോ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതുമെല്ലാം നമ്മൾ കാണുന്ന സംഭവമാണ്. അതിന് പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം, ഉദ്ധിതനായ മിശിഹായെ നമുക്ക് അനുഭവിക്കാനുള്ള വേദി പരിശുദ്ധ കുർബാനയാണ് എന്നുള്ള സൂചനയാണ് എന്നും നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഇതുവരെയുണ്ടായ പ്രത്യക്ഷീകരണങ്ങളിൽ വേണ്ടതുപോലെ വിശ്വസിക്കാതിരുന്നതിനെക്കുറിച്ച് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഹൃദയകാരുണ്യ നിമിത്തം, വിശ്വാസക്കുറവിനെ അവരിന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഇനി ഇവരുടെ പ്രഘോഷണം നിമിത്തം കാണാതെ തന്നെ വിശ്വസിക്കാൻ പോവുകയാണ് ജനതകൾ, വിജാതീയര്. അപ്പോൾ പ്രഘോഷിക്കേണ്ടവർക്ക് തന്നെ വിശ്വാസക്കുറവുണ്ടായാൽ അതെങ്ങനെ ആകും എന്നുള്ളതാണ് കുറ്റപ്പെടുത്തൽ. അപ്പോൾ ആ ഒരു കാര്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രസംഗം മൂലം എത്രയോ കാണാത്തവര്, എന്നെ കാണാത്തവര്, ഉദ്ധിതനായ മിശിഹായെ കാണാത്തവര്, പരസ്യയുദ്ധകാലത്ത് കാണാത്തവർ എത്രയോ പേര് വിശ്വസിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നവരെ കുറ്റപ്പെടുത്തിയെന്നാണ് സഭാപിതാവായ ആഗസ്തീനോസ് പറയുന്നത്. അപ്പോൾ ഈശോ അവരെ കുറ്റപ്പെടുത്തിയെങ്കിലും അവരെ ആ ബലഹീനതയിൽ തന്നെ അവരെ സ്വീകരിച്ചുകൊണ്ട് ആ ബലഹീനതയെ അവിടുന്ന് പരിഹരിക്കുകയാണ്. കുറവുകളെ പരിഹരിക്കുന്ന കർത്താവ് വന്നിട്ട് അവരെ തന്നെയാണ് പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ തന്നെയാണ് തന്റെ സാക്ഷികളായിട്ട് അയക്കുന്നത്. നമ്മുടെ ബലഹീനതയിലാണ് തന്റെ ശക്തി എന്ന് പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കർത്താവ് കുറവുകളെ പരിഹരിക്കുന്നവനാണ് കർത്താവ്. അവിടുന്ന് വിളിക്കുന്നതും അയക്കുന്നതും ബലഹീനരായ പാത്രങ്ങളെ തന്നെയാണ്. അവിടുന്ന് എന്താണ് പറയുന്നത്? ലോകമെങ്ങും പോവുക, സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഈ വിവരണം തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 44 മുതലുള്ള വാക്യങ്ങളിലെല്ലാം നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. എല്ലാവരോടും പോയി, എല്ലാ ജനതകളോടും ഈശോയുടെ സുവിശേഷം, ആ സുവിശേഷം എന്താണ് പ്രഘോഷിക്കേണ്ടത്, ആ സുവിശേഷത്തിന്റെ വിശദാംശങ്ങളും ലൂക്ക പറയുന്നുണ്ട്. തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് മിശിഹ ജനിച്ചതും ജീവിച്ചതും പ്രത്യേകിച്ച് അവിടുന്ന് സഹിച്ചതും മരിച്ചതും സംസ്കരിക്കപ്പെട്ടതും ഉത്ഥാനം ചെയ്തതുമായ സംഭവങ്ങൾ വേണം പ്രഘോഷിക്കാൻ. അതെന്തിനു വേണ്ടിയായിരുന്നുവെന്നുകൂടി പറയണമെന്നും 24-ാം അധ്യായം 47-ാം വാക്യത്തിൽ പറയും. അവന്റെ നാമത്തിൽ, ഈ സഹിച്ചു മരിച്ച് ഉത്ഥാനം ചെയ്തവന്റെ നാമത്തിൽ എല്ലാവർക്കും രക്ഷ, പാപമോചനം ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യവും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം സാക്ഷികളാകുവാൻ വേണ്ടി ഈശോ അവരെ നിയമിക്കുകയാണ്. ഇതുവരെയുള്ള മിശിഹാ സംഭവത്തിന്റെ ദൃക്സാക്ഷികളായിരുന്ന ഐ വിറ്റ്നസ്സസ് ആയിരുന്നവരെ വിറ്റ്നസ്സസ് ആക്കി അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. പോയി പ്രഘോഷിക്കാൻ പറയുമ്പോൾ അവിടുന്ന് അധികാരത്തോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവികമായ അധികാരത്തോടെയാണ്. എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും. ഈ അധികാരത്തോടെയാണ് അവിടുന്ന് അയക്കുന്നത്. മിശിഹായുടെ, ഉദ്ധിതനായ മിശിഹായുടെ അധികാരത്തോടെയാണ് അവിടുത്തെ ദൂതരായിട്ട് സ്ലിഹന്മാരെ അയക്കുന്നത്. ഈ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അത് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി, സ്ഥിരീകരിക്കാൻ വേണ്ടി ഈശോ അവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അടയാളങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രവർത്തനങ്ങളെ മിശിഹ തന്നെ, ഉദ്ധിതനായ മിശിഹ തന്നെ സ്ഥിരീകരിക്കും എന്നുള്ള കാര്യവും അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ സ്ഥിരീകരിക്കുക തന്നെ ചെയ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്ത്രീകന്മാർ പോയി പ്രഘോഷിച്ചു. ഈശോ അവരിലൂടെ നടന്ന അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവരുടെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് ഏറ്റവും അവസാനത്തെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട്. അതിനിടയ്ക്കുള്ള 19-ഉം 20-ഉം വാക്യങ്ങളിലാണ് നമ്മൾ സ്വർഗാരോഹണത്തെക്കുറിച്ച് കാണുന്നത്. സഭാപിതാവായ ഇരണേവൂസ് പറയും, ഈശോയുടെ സ്വർഗാരോഹണം, അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തേക്ക് പ്രവേശിച്ചതും അവിടെ ഉപവിഷ്ടനായിരിക്കുന്നതുമായ സംഭവം 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. കർത്താവിനോട് അരുൾ ചെയ്തു,
ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വാദപീഠമാക്കുവോളം നീ എന്റെ വലതുവശത്തിരിക്കുക എന്നുള്ള ആ സങ്കീർത്തനത്തിന്റെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോയുടെ സ്വർഗാരോഹണമെന്നാണ് ഇരണേവൂസ് പിതാവ് പറയുന്നത്. വിശുദ്ധ ലൂക്കായാണ് ഈ സ്വർഗാരോഹണത്തിന്റെ വളരെ മനോഹരമായ ഒരു വിവരണം നൽകുന്നത്. സുവിശേഷത്തിന്റെ അവസാന വാക്യങ്ങളിൽ 24 അധ്യായം 50-51 വാക്യങ്ങളിലാണ് നമ്മൾ ആ സ്വർഗാരോഹണം കാണുന്നത്. ഈശോ ശിഷ്യന്മാരെ കൂട്ടി ബഥാനിയയിലേക്ക് പോകുന്നു. കരങ്ങൾ ഉയർത്തി, പഴയ നിയമ പുരോഹിതര് ആരാധനാ സമൂഹത്തെ അനുഗ്രഹിച്ചിരുന്ന രീതിയിൽ തന്റെ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ മുകളിലേക്ക് പോകുന്നു. വളരെ ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണിതെന്ന് നമുക്കറിയാം. അവിടുന്ന് അനുഗ്രഹം നിർത്തിയിട്ടില്ല. ഉദ്ധതനായ മിശിഹ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരിലൂടെയാണ് അനുഗ്രഹിക്കുന്നത്? അന്ന് അവിടുന്ന് അനുഗ്രഹിച്ച ഈ ശിഷ്യന്മാരിലൂടെയാണ്. പൗരസഭാപിതാവായ അപ്രയം പറയും, ഈശോ ഈ കരങ്ങൾ ഉയർത്തിയപ്പോൾ അവരുടെ ശിരസിൽ കൈകൾ വയ്ക്കുകയായിരുന്നു എന്നാണ് അപ്രയം പിതാവ് പറയുന്നത്. കാരണം 11 പേര് 12 പേര് അല്ലെങ്കിൽ കൂടെ ഉള്ളവരുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ഏതാനും പേരുടെ തലയിൽ കൈവയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ അവരുടെ ശിരസിൽ കൈവച്ചതുപോലെ തന്നെയാണ് അവരുടെ തലയിൽ കൈവച്ചവരെ അനുഗ്രഹിച്ച് അയക്കുകയായിരുന്നു. അപ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുന്ന് ആ കരങ്ങൾ താക്കാതെയാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്ലീഹന്മാരിലൂടെ അവിടുന്ന് തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് അയച്ച ദൃക്സാക്ഷികളായിരുന്നവരെ സാക്ഷികളായി നിയമിച്ച് അയക്കുന്നവരിലൂടെ പ്രവർത്തിക്കുന്നത് അനുഗ്രഹിക്കുന്നത് ഈ ഉദ്ധതനായ മിശിഹ തന്നെയാണ്. ഈ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മിശിഹായുടെ പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവിടുന്ന് പ്രവേശിച്ചു. അവിടെ ഉപവിഷ്ടനായിരുന്നു. പക്ഷെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മിശിഹായുടെ ഉദ്ധതനായ മിശിഹായിലൂടെ അനുഗ്രഹം അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളിലൂടെ സംലഭ്യമായ ആ രക്ഷയും പാപമോചനവും ലോകത്തിന് നാനാഭാഗങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് അവരെ അയച്ചത്. അപ്പോൾ സ്ലീഹന്മാരുടെ പിൻഗാമികളായിട്ടുള്ളവരും പുരോഹിതരും ലോകത്തിന് നാനാഭാഗങ്ങളിലും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുകയും ഈ രക്ഷയുടെ ഫലങ്ങൾ കുദാശകളിലൂടെ തിരുസഭയിലൂടെ പ്രദാനം ചെയ്യുകയും പകർന്നു നൽകുകയും ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നത് മിശിഹ തന്നെയാണ്. അവിടുന്ന് ഇന്ന് മുകളിലായതുകൊണ്ട്, ഈ ഭൂമിക്ക് മുകളിലായതുകൊണ്ട് പ്രപഞ്ചം മുഴുവന്റെയും സൃഷ്ടപ്രപഞ്ചം മുഴുവന്റെയും മുകളിൽ അവിടുത്തെ കരങ്ങൾ, അനുഗ്രഹിക്കുന്ന കരങ്ങൾ നിവർന്നു നിൽക്കുകയാണ്. ഈ അനുഗ്രഹിക്കുന്ന കരത്തിന്റെ കീഴിലാണ് നാം എല്ലാവരും. ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി സകലരെയും ജനതയെയും ഇസ്രായേൽ ജനതയെയും മറ്റെല്ലാ ജനതകളെയും ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടുത്തെ ഈ പ്രവർത്തനം. ഈശോയുടെ പദ്ധതി അനുസരിച്ച്, ദൈവിക പദ്ധതി അനുസരിച്ച് 12 സ്ലീഹന്മാരെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത്. അതിലൊരാള് ഈ ഉത്ഥാനത്തിന്റെ സമയത്ത് സാക്ഷിയായിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് പന്തകുസ്തായ്ക്ക് മുൻപ്, അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തകുസ്ത ആഘോഷിക്കും. അപ്പൊ അതിന് മുൻപ് ഈ 12 പേര് വേണം എന്നുള്ള ദൈവിക പദ്ധതി, അതായത് 12 ഗോത്രങ്ങൾക്ക് സമാനമായിട്ടാണ് അവിടുന്ന് 12 സ്ത്രീകന്മാരെ തിരഞ്ഞെടുത്തത്. ഈ 12 ഗോത്രപിതാക്കന്മാരും 12 സ്ലീഹന്മാരുമാണ് തിരുസഭ മുഴുവന്റെയും അടിസ്ഥാനമായി നിൽക്കുന്ന ആ 24 ശ്രേഷ്ഠന്മാര്. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ, നമ്മുടെ പഴയ നിയമത്തില് പുതിയ വായനയ്ക്ക് ശേഷം പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ 1-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് മത്തിയാസിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച്. യൂദാസ് ഉപേക്ഷിച്ച് കളഞ്ഞ ആ ശുശ്രൂഷാസ്ഥാനം, മിശിഹായുടെ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ സ്വർഗാരോഹണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ അവിടുത്തെ ഉത്ഥാനത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി നമ്മുടെ കൂടെ എണ്ണപ്പെടണം. അതിനുവേണ്ടിയാണ് അവിടുന്ന് അവർ പ്രാർത്ഥിക്കുന്നതും കുറിയിടുന്നതും അത് മത്തിയാസിന് വീഴുന്നതും. അങ്ങനെ മത്തിയാസും മറ്റ് 11 പേരോടുകൂടി എണ്ണപ്പെടുകയും അങ്ങനെ ആ ശ്ലൈഹിക കൂട്ടായ്മ പൂർണ്ണമാകുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖകനാണ് വളരെ മനോഹരമായിട്ട് ഈ സ്വർഗസ്ഥിതനായ മിശിഹായുടെ ആ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് 4-5 അധ്യായങ്ങൾ വിവരിക്കുന്നത്. ഈ ഹെബ്രായ ലേഖകൻ വിവരിക്കുന്ന സ്വർഗത്തില് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തനായ പിതാവും അവിടുത്തെ മുൻപിൽ അവിടുത്തോടൊപ്പം തന്നെ ഇരിക്കുന്ന അറക്കപ്പെട്ടതും എന്നാൽ നിൽക്കുന്നത് പോലെ കാണപ്പെടുന്നതുമായ ആ കുഞ്ഞാട്. അറക്കപ്പെട്ടത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ മരണത്തെയാണ്. നിൽക്കുന്നു, കൊല്ലപ്പെട്ട കുഞ്ഞാടിന് നിൽക്കാൻ സാധിക്കുകയില്ല, നിൽക്കുന്നു എന്നുള്ളത് ഈശോദ്ധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഹെബ്രായ ലേഖകൻ പറയുന്നുണ്ട്. അവിടെ ഹെബ്രായ ലേഖകൻ വിവരിക്കുമ്പോൾ സിംഹാസനത്തില് ഉപവിഷ്ടനായിരിക്കുന്ന, സർവ്വപ്രതാപത്തിലും ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവം, ഈ പിതാവായ ദൈവം ഹെബ്രായ ലേഖകൻ 4-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, ആ പിതാവിന്റെ വലതുവശത്തേക്കാണ്, അവിടത്തോടൊപ്പം തന്നെയാണ് മിശിഹ ഉയർത്തപ്പെടുന്നത്. ആ ഉയർത്തപ്പെടുന്ന മിശിഹ, ആ പിതാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായന. നമ്മള് ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഏശയ്യായ്ക്കുണ്ടാകുന്ന ദർശനം, സ്വർഗത്തില് സിംഹാസനത്തിലിരിക്കുന്ന ദൈവം അവിടുത്തെ വസ്ത്രാഞ്ചല ദേവാലയം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അവിടുത്തെ മുൻപില് സറാഫുകള്
എപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, കന്ദീഷ് 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 എന്ന് പാടുന്ന ആ മാലാഖമാര്, ആ ഗണങ്ങള്, അതേ രംഗം തന്നെയാണ് ഇവിടെ ഹെബ്രായ ലേഖകൻ 4-ാം അധ്യായത്തിൽ 4-5 അധ്യായങ്ങളിലും വിവരിക്കുന്നത്. ഇവിടെ ഈ സറാഫുകളുടെ സ്ഥാനത്ത് മാലാഖമാരെ നമ്മൾ കാണുന്നുണ്ട് ഹെബ്രായ ലേഖകൻ വിവരിക്കുമ്പോഴും. ഇവിടെ എടുത്തു പറയുന്ന വേറെ ചില വ്യക്തികളുണ്ട്. 4 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട് ഹെബ്രായ ലേഖകൻ. 4 സുവിശേഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം സുവിശേഷങ്ങളുടെ പ്രതീകങ്ങളായ മനുഷ്യനും സിംഹവും കാളയും കഴുകനുമെല്ലാം മുഖങ്ങളുള്ള ജീവികളാണ് ഈ 4 ജീവികൾ. അതുപോലെ തന്നെ 24 ശ്രേഷ്ഠന്മാരെയും നമ്മൾ ഈ ദർശനത്തിൽ യോഹന്നാൻ ശ്ലീഹ കാണുന്നതായിട്ട് ഹെബ്രായ ലേഖനം വിവരിക്കുന്നുണ്ട് 4-5 അധ്യായങ്ങളിൽ. ഈ 24 ശ്രേഷ്ഠന്മാർ 12 പേര് പൂർവ്വപിതാക്കന്മാരെയും 12 പേര് ശ്ലീഹന്മാരെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവന്റെയും ഈ കുഞ്ഞാടിന്റെയും മുൻപിൽ സാഷ്ടാംഗം വീണ് ദൈവത്തിന് സ്തുതിയും ആരാധനയും എല്ലാം സമർപ്പിക്കുന്ന ഈ 12 പേരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ 4 ജീവികളെയും, 4 സുവിശേഷന്മാരെയാണ് നമ്മൾ പറഞ്ഞു. ഈ 4 സുവിശേഷന്മാര് എന്താണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഹെബ്രായ ലേഖകൻ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധനും ആയ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും എല്ലാം നിനക്ക് അർഹമാകുന്നു. കാരണം നീയാണ് എല്ലാം സൃഷ്ടിച്ചത്, നിന്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം ഉണ്ടായത്. യൂദാഗോത്രജനായ സിംഹമാണ് മിശിഹ, ദാവീദിന്റെ വേരിൽ നിന്ന് വരുന്നവനാണ് ഈ ഗ്രന്ഥം തുറക്കുന്നത്, മുദ്രകൾ തുറക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാർക്കുമിടയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന ഈ മിശിഹായാണ് യഥാർത്ഥത്തില് ദൈവത്തിന്റെ ഗ്രന്ഥം, വചനം. ഈ കുഞ്ഞാടിന്റെ മുൻപിലും ഇതുപോലെ തന്നെ ഈ 4 ജീവികളും ശ്രേഷ്ഠന്മാരും വീണ് ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവരിപ്രകാരമാണ്, ഈ 4 ജീവികളും ഒപ്പം 24 ശ്രേഷ്ഠന്മാരും കൂടി ആലപിക്കുന്ന ഗീതം ഇതാണ്, അവരുടെ സ്തോത്രഗീതം ഇതാണ്: നീ അർഹപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ വംശത്തിലും ഭാഷയിലും ജനത്തിലും ജനതകളിൽ നിന്ന് ദൈവത്തിനായി ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ ഞങ്ങളെ ദൈവത്തിന്റെ രാജാക്കന്മാരും പുരോഹിതരുമാക്കി. അപ്പോൾ സഭയില് എന്താണ് മിശിഹായുടെ രക്തം ചിന്തലിലൂടെ സംഭവിച്ചത് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെയും അസംഖ്യം ദൂതന്മാര്, ആയിരങ്ങളുടെ ആയിരങ്ങളും പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? അറക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും സമ്പത്തും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തുതിയും അവൻ സ്വീകരിക്കാൻ അർഹനാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള സർവ്വസൃഷ്ടികളും സിംഹാസനസ്ഥനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ആധിപത്യവും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആലപിക്കുന്നു എന്നും പറയുന്നത് ഹെബ്രായ ലേഖകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലേക്ക് ആരോഹിതനായ ദൈവപുത്രൻ, ആ ദൈവപുത്രൻ ഭൂമിയിലേക്ക് തന്റെ ദൈവത്വം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനായി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യനെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു എന്ന് മഹാനായ ലയോ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ലയോ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: നമ്മുടെ എളിയ മനുഷ്യപ്രകൃതി മിശിഹായാൽ സമ്മോഹിക്കപ്പെട്ട് സ്വർഗീയ സൈന്യങ്ങൾക്കുപരി ദൈവപിതാവിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മുടെ എളിയ മനുഷ്യപ്രകൃതി മിശിഹായാൽ സമ്മോഹിക്കപ്പെട്ട് സ്വർഗീയ സൈന്യങ്ങൾക്കുപരിയായിട്ട്, മാലാഖമാർക്കും ഉപരിയായിട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ആ വലിയ ഭാഗ്യമാണ് മനുഷ്യാവതാരം വഴി, അവിടുത്തെ സഹനമരണോത്ഥാനങ്ങൾ വഴി, അവിടുത്തെ സ്വർഗാരോഹണം വഴി നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥ വായനകളും സഭാപിതാക്കന്മാരുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ മനുഷ്യപ്രകൃതിയെ ദൈവീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മയും ദൈവസന്നിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് മനുഷ്യനായതും എൻ്റെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചതും. ദാസനായി കുരിശുമരണത്തോളം സ്വയം താഴ്ത്തി ദൈവം അവിടുത്തെ ഉയർത്തി, മനുഷ്യനായി മനുഷ്യപുത്രനെ അവിടുന്ന് ഉയർത്തി. അങ്ങനെ സർവ്വ മനുഷ്യരുടെയും മുട്ടുകൾ അവന്റെ മുൻപിൽ മടങ്ങുവാനും അവനെ സ്തുതിക്കുവാനും ഇടയാകുന്ന രീതിയിൽ അവിടുത്തെ കർത്താവായി അവിടുന്ന് ഉയർത്തി എന്നാണല്ലോ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മനോഭാവം നമുക്ക് ഉണ്ടാകണം, മിശിഹായുടെ മനോഭാവം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ സ്വയം താഴ്ത്തുവാനും ശൂന്യവൽക്കരിക്കുവാനുമുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ നമ്മളും ഉയർത്തപ്പെടും. നമ്മയും ദൈവം ഉയർത്തും. എവിടം വരെ ഉയർത്തും? അവിടുത്തെ വലതുവശത്ത് വരെ, അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മയും ഉയർത്തും. നമ്മുടെ മനുഷ്യപ്രകൃതി ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് അവിടെ എത്താനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടായാൽ മതി. മിശിഹായുടെ മനോഭാവത്തോടെ
എളിമയോടെ ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മളും നിശ്ചയമായും അവിടുത്തെ സന്നിധിയിൽ എത്തുമെന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.